രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ഇന്നെത്തും. കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാനുള്ള വരവാണ്. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഇന്നുണ്ടാകും. ഇതോടുകൂടി കോൺഗ്രസ് ഫുൾ സ്വിംഗിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തന സജ്ജരാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ വയനാട്ടിലേക്ക് എത്തും. 11 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തുന്ന രാഹുൽ റോഡ് മാർഗം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെത്തും. KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഏതായാലും രാഹുലിന്റെ വരവ് നമുക്കറിയാം. കഴിഞ്ഞ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിനുണ്ടായ ഒരു ഉണർവ്. 19 സീറ്റുകളും കോൺഗ്രസ് നേടിയെടുത്തു. ഒരു സീറ്റിൽ മാത്രം തോൽവി സംഭവിച്ചു. ഇത്തവണ അതേ രാഹുൽ എഫക്റ്റ് കേരളത്തിലുണ്ടോ? രാഹുലിന്റെ വരവ്, രാഹുലിന്റെ വയനാട്ടിലെ മത്സരം കോൺഗ്രസിന് ഏത് തരത്തിൽ ഗുണം ചെയ്യും? കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും രാഹുലിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ തരത്തിലായിരുന്നു പ്രചരണം. അതേ വികാരം പ്രവർത്തകർക്കും ജനങ്ങൾക്കുമൊക്കെ രാഹുലുമായി ബന്ധപ്പെട്ടുണ്ടോ? രാഹുലിന്റെ വരവ് കേരളത്തിലെ കോൺഗ്രസിന്റെ സീറ്റെണ്ണം എത്രയിലെത്തിക്കും എന്നതും പ്രധാനമാണ്. നമുക്ക് ഇത് തന്നെയാണ് ട്രെൻഡ്സ് അടുത്ത മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുന്നത്. സ്മൃതി ഇറാനി നാളെ വയനാട്ടിലെത്തുന്നുണ്ട്. K സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. പത്രികാ സമർപ്പണത്തിലും അവർ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി, പോരാട്ടമായി വയനാട് മാറുകയാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ ആവേശത്തിലായിരിക്കും സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ. രാവിലെ അനിൽകുമാറൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രചാരണം അതിന്റെ ഫുൾ സ്വിംഗിലേക്ക് എത്തുകയാണ് രാഹുൽ വരുന്നതോടെ എന്ന് പറഞ്ഞു വെക്കുന്നു. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇന്നത്തെ രാഹുലിന്റെ പരിപാടികൾ? രഞ്ജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോയും പത്രികാ സമർപ്പണവും ഒക്കെ വലിയ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുവാനുള്ള ഉദ്യമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുമ്പോഴൊക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ തവണ അദ്ദേഹം ആദ്യമായി പാർലമെന്റിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയത് വലിയൊരു വരവേൽപ്പായിരുന്നു. ഇന്ന് സമാനമായ രീതിയിലൊരു വരവേൽപ്പ്, ഒരു സ്വീകരണം നൽകി രാഹുലിന്റെ വരവ് ആഘോഷമാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. ഇവിടെ അദ്ദേഹം 11 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിന്ന് ആരംഭിക്കുക. എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചന്ദ്രഗിരി ഓഡിറ്റോറിയമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെയാണ് റോഡ് ഷോക്കിടെ ഇവിടെ വെച്ചാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് റോഡ് ഷോയിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് പോവുക. അത് ഇവിടെ വെച്ചാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. രാഹുലിന്റെ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ആദ്യമായിട്ടാണ് വയനാട്ടിൽ എത്തുന്നത്. മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ രാഹുലിന് മുൻപിൽ ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റൊരു പ്രധാന കക്ഷിയുമായിട്ടാണ് ഇവിടെ അദ്ദേഹം മത്സരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും CPI രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണം ദോഷം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയമായിട്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം രാഹുലിനെ നേരിടുന്നത്. അപ്പോൾ ഇന്ന് രാഹുൽ പത്രികാ സമർപ്പണത്തിന് മുമ്പായിട്ട് ഈ റോഡ് ഷോക്കിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാകും പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് വയനാടുള്ള അടുപ്പം നമുക്കറിയാം. അത് ഓരോ തവണയും 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു എന്നാണ് നമ്മളോട് നേരത്തെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ പറഞ്ഞത്. കാരണം ഇത്തവണ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പോലും അതിൽ കുറഞ്ഞുള്ള 4 ലക്ഷത്തിന് മുകളിലേക്കുള്ള ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സുരേന്ദ്രന്റെ വരവ് എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇത്രയധികം ആത്മവിശ്വാസം വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നേതാക്കൾക്ക് വേണ്ട കാര്യമുണ്ടോ? കാരണം അത്രത്തോളം നിസ്സാരമാണോ രാഹുലിന് പോരാട്ടം വയനാട്ടിൽ? തീർച്ചയായും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുകയില്ല. കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവ് എന്ന തരത്തിലുള്ള വലിയ ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ദേശീയ നേതാവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അല്പം കൂടി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ച ഇടതുപക്ഷത്തിന്റെ തന്നെ വലിയ ഒരു വിഭാഗം വോട്ട് രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ നെഹ്റു കുടുംബത്തിന്റെ ഒരംഗത്തിന് വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വലിയ തോതിൽ ഇവിടെ ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വലിയ ഒരു വിഭാഗം വോട്ട് രാഹുലിന് അനുകൂലമായിട്ട് പോവുകയും അങ്ങനെയാണ് 4,31,000 എന്ന വലിയ ഒരു മാജിക് നമ്പറിലേക്ക് രാഹുലിന്റെ ഭൂരിപക്ഷം എത്തുകയും ചെയ്തത്. ഇക്കുറി സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്.
ആനരാജയെ മുൻനിർത്തി ഇടതുപക്ഷം വളരെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വോട്ടിൽ ഒരെണ്ണം പോലും ചോർന്നു പോകാതെ ദേശീയ നേതാവായിട്ടുള്ള രാഹുലിനെ ദേശീയ നേതാവായിട്ടുള്ള ആനരാജയെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയമാണ്. രണ്ടാമതായിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബിജെപി ലക്ഷ്യമിടുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം തന്നെയാണ്. 1,00,000 മുകളിൽ വോട്ടുകൾ ഏറ്റവും ചുരുങ്ങിയത് നേടണമെന്ന ലക്ഷ്യമാണ് ബിജെപിയിൽ, ഏറ്റവും ചുരുങ്ങിയതായിട്ട് ബിജെപിയുടെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ചകൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ 4,31,000 എന്ന നമ്പർ മറികടക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വോട്ട് ചോർച്ച ഉണ്ടാകില്ല മറ്റു മുന്നണികളിൽ എന്നുള്ള സാഹചര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ രാഹുലിന്റെ വരവ് കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ തന്നെ തീർച്ചയായും